എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു 7 ചോദ്യങ്ങൾ, ഇതാണ് നമ്മളിന്ന് സംസാരിക്കുന്ന വിഷയം. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അങ്കുർ വാരിക്കു. പല ആളുകളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിൽ നിന്നും ഞാൻ ഈ അടുത്തിടെ കേൾക്കാനിടയായ ഈ 7 ചോദ്യങ്ങൾ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ഒരു വിഷയം ഇന്ന് ചർച്ചയ്ക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് സംസാരിക്കുന്ന പോയിൻ്റ് ദ 2 വീക്ക് ടെസ്റ്റ് എന്ന കാര്യമാണ്. 2 വീക്ക് ടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഒരു 2 ആഴ്ച കാലഘട്ടം നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത് എന്നൊന്ന് വിശകലനം ചെയ്യുക. ഇങ്ങനെ തന്നെ പോയാൽ, അതായത് ഈ കഴിഞ്ഞ 2 ആഴ്ചകളിൽ നമ്മളെടുത്ത പരിശ്രമങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തന്നെ പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുമോ അതോ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമോ എന്നൊന്ന് വിശകലനം ചെയ്ത് നോക്കുക. കാരണം അവർ ഡെയിലി ഹാബിറ്റ്സ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് അവർ ഫ്യൂച്ചർ സെൽഫ്സ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ്, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, ദിനചര്യകളും ഒക്കെ തന്നെയായിരിക്കും നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് 2 വീക്ക് ടെസ്റ്റാണ് ആദ്യമായി ചർച്ച ചെയ്യാനുള്ളത്. 2, ഫിയർ വേഴ്സസ് ഡിസയർ. അതായത്, ഇസ് ദർ സംതിങ് യു ആർ അഫ്രൈഡ് ഓഫ് ഡൂയിങ് ബിക്കോസ് ഓഫ് ദ വേൾഡ് ബട്ട് യു റിയലി വാണ്ട് ടു ഡൂ ഇറ്റ്. ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ടോ? എന്ത് കാരണത്താൽ? സമൂഹം എന്ത് പറയും, ഞാൻ അവരുടെ മുമ്പിൽ പരാജയപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ചിലർ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിങ് ചെയ്യാത്തതായിരിക്കാം. ചിലരെ സംബന്ധിച്ച് ഒരു പാട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് പാടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയാൽ അവരെന്ത് വിചാരിക്കും, നാണക്കേടാണല്ലോ എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നതായിരിക്കും. ചിലപ്പോൾ അവരുടെ മുമ്പിൽ പ്രസംഗിക്കാൻ കിട്ടുന്ന ഒരു അവസരത്തിലായിരിക്കും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഫിയർ ഉണ്ടാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ, അവർ ഡീപ്പസ്റ്റ് ഡിസയേഴ്സ് ഓഫൺ ഹൈഡ് ബിഹൈൻഡ് അവർ ബിഗ്ഗസ്റ്റ് ഫിയേഴ്സ് എന്നാണ്. അതായത്, നമ്മുടെയൊക്കെ ജീവിതത്തിലെ തീവ്രമായ പല ആഗ്രഹങ്ങളും നമ്മുടെ പേടി കാരണം അതിങ്ങനെ ഒരു മറച്ചു വയ്ക്കപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ തഴയപ്പെടുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഫിയർ വേഴ്സസ് ഡിസയർ ശരിയായ രൂപത്തിലൊന്ന് വിശകലനം ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ്. 3, അൺസ്പോക്കൺ വേർഡ്സ്. നമ്മൾ നാളെ മരിച്ചു പോയാൽ നമുക്ക് പറയേണ്ടിയിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഒരു വ്യക്തിയോട് പറയാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നോ? എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എങ്ങനെ ബാക്കി വെച്ചിരിക്കുന്ന ആ വാക്കുകൾ, ഇതൊന്ന് കണ്ടെത്തി തന്നെ സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം ടുമാറോ ഈസ് നോട്ട് ഗ്യാരൻറ്റീഡ്. സ്പീക്ക് യുവർ ട്രൂത്ത് ടുഡേ. നാളത്തെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ പറയാൻ സാധിച്ചാൽ നന്നായിരിക്കും. ഇതാണ് 3ാമത്തെ മാറ്റം. 4, ലൈഫ്സ് ട്രൂ പ്രയോറിറ്റി. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്താണ്? അത് ശരിക്കും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? ഇനിയുള്ള കാലഘട്ടം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ളിടത്തോളം കാലം, ഇനി അങ്ങോട്ട് ബാക്കി നിൽക്കുന്ന സമയം, എന്താണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അതിനുവേണ്ടി നമ്മൾ എവ്രി ഡേ വർക്ക് ചെയ്യുന്നുണ്ടോ? കാരണം അവർ ആക്ഷൻസ് നോട്ട് അവർ ഇൻറ്റൻഷൻസ് ഡിഫൈൻ അവർ പ്രയോറിറ്റീസ് എന്നാണ്. നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ ആഗ്രഹങ്ങളല്ല, നമ്മുടെ മനസ്സിലെ ചിന്തകളല്ല, പകരം നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന ആക്ഷൻസ് ആയിരിക്കും നമ്മുടെ യഥാർത്ഥ പ്രയോറിറ്റിയും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കുന്നത്. അതുകൊണ്ട് ലൈഫിൻ്റെ ട്രൂ പ്രയോറിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ സംസാരിച്ചത്. 5ാമത്തെ കാര്യം ദ പാരൻറ്റ് പാരഡോക്സ് ആണ്. പാരൻറ്റ് പാരഡോക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എത്ര തവണ കഴിഞ്ഞ ഒരു മാസത്തിൽ നമ്മൾ നമ്മുടെ പാരൻസിനെ, നമ്മുടെ രക്ഷകർത്താക്കളെ നമ്മൾ മീറ്റ് ചെയ്തിരുന്നു, അച്ഛനോ അമ്മയോടൊക്കെ ഒപ്പം എത്ര സമയം ചിലവഴിക്കാൻ സാധിച്ചിരുന്നു, ഇനി ജീവിതത്തിൽ ബാക്കിയുള്ള സമയം നമുക്കും അവർക്കുമൊക്കെ ബാക്കിയുള്ള സമയത്തിൽ എത്ര തവണ മീറ്റ് ചെയ്യുമായിരിക്കും, അത് മതിയോ, അതിൽ നമ്മൾ തൃപ്തനാണോ എന്ന് ശരിയായ രൂപത്തിലൊന്ന് ചിന്തിക്കുക. കാരണം ടൈം വിത്ത് ലവ്ഡ് വൺസ് ഇസ് എ ഫൈനൈറ്റ് റിസോഴ്സ് എന്നാണ്. സ്പെൻഡ് ഇറ്റ് വൈസ്ലി. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് അതിന് സമയം കിട്ടിയില്ല എന്ന് വരും. 6ാമത്തെ കാര്യം ദ പാരാലിസിസ് ഓഫ് പൊട്ടൻഷ്യൽ ലോസ്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട അടുത്തൊരു ഗംഭീര വിഷയമാണ്. കാരണം ഇസ് ദർ എനിത്തിങ് ദാറ്റ് യു ഡോണ്ട് വാണ്ട് ടു ഡു ബിക്കോസ് യു ആർ അഫ്രൈഡ് ഓഫ് ലൂസിങ്. അതായത്, നമ്മൾ തോൽക്കുമോ പരാജയപ്പെടുമോ എന്ന ചിന്ത കാരണം നമുക്ക് ഒരിക്കലും ചെയ്യണ്ട എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ? അതായത് ശരിക്കും ചിലപ്പോൾ നമുക്കതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാവും, പക്ഷെ നമ്മുടെ ഉള്ളിലെ ഭയം കാരണം എനിക്കത് വേണ്ട, എനിക്കത് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വളരെ ഉയരത്തിലേക്ക് യാത്ര ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ വേറൊരു റൈഡിന് ഒരു ഇച്ചിരി എന്താ പറയുക, സാഹസികമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ ജീവിതത്തിൽ സാധിക്കുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷേ ഭയം, പേടി കാരണം, അല്ലെങ്കിൽ തോൽവി ഭയന്നുകൊണ്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന ചില കാര്യങ്ങൾ. കാരണം സംടൈംസ് ദ ഫിയർ ഓഫ് ലൂസിങ് പ്രിവെൻസ് അസ് ഫ്രം എവർ വിന്നിങ് എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൽ നിന്ന് നമ്മളെ തടയിട്ട് നിർത്തിയേക്കുന്നത് ആ തോൽക്കുമോ എന്നുള്ള പേടി മാത്രമായിരിക്കും. അതിനെയൊന്നും മാറ്റിയാൽ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു ചേഞ്ച് ആയിരിക്കും. ആൻഡ് ഫൈനലി ഐഡൻറ്റിറ്റി സ്ട്രൈപ്ഡ് ബെയർ എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഇത്രേ ഉള്ളൂ. നമ്മുടെ പേരും ഡെസിഗ്നേഷനും സ്റ്റാറ്റസും എല്ലാം ഒന്ന് മാറ്റി നിർത്തിയാൽ ശരിക്കും നമ്മൾ ആരാണ്,
ഈ ചോദ്യത്തിനൊരു ഉത്തരം നമ്മുടെ കയ്യിലുണ്ടോ? കാരണം അവർ ട്രൂവസ്റ്റ് സെൽഫ് എക്സിസ്റ്റ് ബിയോണ്ട് അവർ സോഷ്യൽ കൺസ്ട്രക്ട്സ് എന്നാണ്. അതായത് സമൂഹം നമ്മുടെ മുമ്പിൽ ചാർത്തി തന്നിട്ടുള്ള കുറേ പേരുകളും പ്രശസ്തിയും പദവികളും ഒക്കെ ഉണ്ടാവും. അതിനെല്ലാം അപ്പുറത്ത് നമ്മളെന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ ആയിട്ടുള്ള നമ്മളെ കണ്ടെത്താൻ നമുക്ക് ശരിക്കും സാധിച്ചിട്ടുണ്ടോ? അതൊന്ന് കണ്ടെത്താനുള്ളൊരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും കൊണ്ടുവന്നെത്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മൾ സംസാരിച്ച 7 ചോദ്യങ്ങളും എനിക്ക് ജീവിതത്തിൽ വലിയ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ റിലേഷൻഷിപ്പുകളെ, നമ്മുടെ ഐഡൻറ്റിറ്റിയൊക്കെ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കൊണ്ടുതരാനായിട്ട് സഹായിക്കും. അപ്പോൾ ദേ ആർ നോട്ട് ജസ്റ്റ് എക്സ്പെരിമെൻറ്റ്സ്, ദേ വർ കാറ്റലിസ്റ്റ് ഫോർ ചേഞ്ച് എന്നാണ്. ഇതൊന്നും ഒരു പരീക്ഷണങ്ങളല്ല, മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അതിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചില എലമെൻറ്റുകളാണ്. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയ ചോദ്യം? അതൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. എന്തായാലും ഇങ്ങനൊരു വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും കുറേയും കൂടെ നമ്മളെ തിരിച്ചറിയാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.